ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ നമുക്കൊരു മരുന്നിൻ്റെ മൂടി മാത്രം മതി വർഷങ്ങളോളം കേടുകൂടാതെ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക. അതിനായിട്ട് ഞാൻ 2 ലഗോ മുട്ടയും ഒരു നാടൻ കോഴിമുട്ട കൂടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു മുട്ട മുഴുവനായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3-4 ഏലക്കായാണ്. അപ്പോൾ ഈ ഒരു ഏലക്കായുടെ പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്നും സ്കിപ്പായി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് പഞ്ചസാരയാണ്. ഒരു 3 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3/4 കിലോ അളവിലാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു അളവിൽ തന്നെയാണ് ഞാൻ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 കപ്പ് അളവിലാണ് മൈദപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് അളവിൽ റവയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് മധുരം നിങ്ങൾ നോക്കുക, എന്നിട്ട് കുറവാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു റവ കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുകൂടി ഇട്ടതിന് ശേഷം ഇതാ ഞാൻ നല്ല പോലെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു മിക്സ് ആകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാനാവില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി കൂടി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ല, നല്ലപോലെ ഒരു പൊടി ഒന്ന് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ഐറ്റംസ് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് 1 വർഷങ്ങളോളം കേടുകൂടാതിരിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവോളം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാല് കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ള് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. അവ കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ യെല്ലോ കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, മഞ്ഞൾപ്പൊടീൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവയെല്ലാം ചേർത്തതിന് ശേഷം ഞാൻ നല്ലതുപോലെ തന്നെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുഴക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് സ്കിപ്പ് ചെയ്ത് ആയിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടാവും നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിയിൽ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നെയ്യ് കൂടി ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് ഈ ഒരു വലിപ്പത്തിൽ ബൗളാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ ചെറുതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഫ്ലോറിൽ ഞാൻ കുറച്ച് മൈദപ്പൊടി കൂടി ഇതുപോലെ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഇവിടെ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ബൗൾ ഇതിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുക. തീരെ കനം കുറഞ്ഞിട്ടല്ല, നല്ല കട്ടിക്ക് തന്നെ പരത്തിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു കട്ടിയിലാണ് ഇതൊന്ന് പരത്തി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മരുന്നിൻ്റെ മൂടിയിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാവും, എല്ലാവരുടെ വീട്ടിൽ ഇതുപോലെ മരുന്നിൻ്റെയൊക്കെ മൂടി ഉണ്ടാവും. അപ്പോൾ ആ ഒരു മൂടി എടുക്കുക. അതിനുശേഷം നമുക്ക് മൂടിയുടെ സൈഡ് ഭാഗം വെച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു രീതിയിലായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനും ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാണെങ്കിലും നിങ്ങൾക്ക് സ്ക്വയറായിട്ടോ ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ലതാണ്. കാരണം ചെറിയ ഓരോ സ്നാക്സ് ആക്കിയിട്ട് എടുക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഓരോന്നെടുത്ത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതാ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിലിലേക്ക് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ കോരി എടുത്തിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും നമുക്ക് എത്ര വർഷങ്ങളോളം വെച്ചാലും കേടൊന്നും കൂടാതെ ഇതുപോലെ തന്നെ സൂക്ഷിക്കെടുക്കാനും കഴിയും. ഇത് പൂത്തു പോവും ഒന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് വേണ്ടുന്നതിനനുസരിച്ചിട്ട് കഴിക്കാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 2 ബൗൾ നിറച്ചായിട്ട് എനിക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.